ഹായ് ഫ്രണ്ട്സ് ഇടുക ഫാത്തിമ പറയുന്നെങ്കിൽ എൻ്റെ നോക്കിയിട്ട് പറയാൻ പറഞ്ഞാൽ ഫാത്തിമ പറയുകയാണെങ്കിൽ നെസ്രിയ നെസ്രിയ പറയുകയാണെങ്കിൽ ഞാൻ ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാടി, ഞാൻ വീട്ടിൽ പോവാ. ശരി ഓക്കെ എന്ന് നെസ്രിയ പറഞ്ഞുകൊണ്ട് ഹീറോയി അകത്ത് പോയി. ജോലിയെ പാട്ടോടെ ജിമ്മിൻ ഡോർ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ അകത്ത് ആരും നോക്കില്ലെന്ന് ജിമ്മിനകത്ത് വന്നായിരുന്നു. നെസ്രിയക്ക് അറിയില്ലായിരുന്നു ജിമ്മിനകത്ത് വന്നായിരുന്നു. ലോക്ക് ചെയ്തു. ഫാത്തിമ ഫാത്തിമ അമ്മ പറയാതെ മോളെ കയറി കളിപ്പിച്ചേ, അവൾ വീട്ടിലേക്ക് പോവാ, അല്ല വീട്ടിൽ പോവാ, ഫസ്റ്റേ വീട്ടിലുള്ള ജോലി ചെയ്ത് തേറ്റ പിന്നെ പോയിക്കോ എന്ന് പറഞ്ഞായിരുന്നു. മണി എത്രയായി മമ്മി? മണി 7 മണിയായി മോം. 7 മണിയാ അവന്. നീ 10 മണിക്ക് പോയിക്കോ. ശരി ഓക്കെ. മിസ് കോൾ അയച്ചായിരുന്നു ഫാത്തിമ. 10 മണിക്ക് വരാടി എന്ന്. ശരി ഓക്കെ എന്ന് ഹീറോയി പറഞ്ഞത്. ജിമ്മിൻ അകത്ത് ലോക്ക് ചെയ്ത് വന്നിരുന്നു. ജിമ്മിൻ വന്ന് ഹീറോയിൻ്റെ അടുത്ത് വന്നിരുന്നു. ഹീറോയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഹീറോയി എന്തൊരു ടയർഡാന്ന് പറഞ്ഞ ഹീറോയോട് നിന്നിരുന്നു. ജിമ്മിൻ്റെ ഹീറോയിൻ്റെ അടുത്ത് വന്ന് ഹക്ക് ചെയ്ത് ഹീറോയ്ക്ക് ഷോക്ക്. ആന്ന് ഒച്ച ഉണ്ടാക്കാതെ വായിക്കോയി. ആന്ന് വെച്ച് എന്തിരുന്ന് നോക്കൂ ജിമ്മിനാണ് ഹീറോ ഷാക്കായിരുന്നു. ജിമ്മിൻ നോക്കിയിരുന്നു. ജിമ്മിൻ തന്നെ ഇത് റിയൽ ആണോ കാണാൻ നോക്കിയിരുന്നു. അല്ലേന് ഹീറോയിൻ റിയലാണ്. നിങ്ങളെങ്ങനെ എൻ്റെ വീട്ടിലേക്ക് വന്നതെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്താ എൻ്റെ വീടെന്ന് ജിമ്മിന് പറയുന്നു. അല്ല ഓക്കെ പ്രശ്നമൊന്നുമില്ല ജിമ്മിന് പറയാം. ജിമ്മിൻ പറയാനായിട്ട് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. എന്താ ഹീറോയിൽ കേട്ടായിരുന്നു. ജിമ്മിൻ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. സാർ നിങ്ങൾക്കുള്ള ഗേൾ ഫ്രണ്ട് ഉണ്ട്, ലവർ പറഞ്ഞ ഫിയാൻസി ഉണ്ടല്ലോ. എങ്ങനെ സാർ എൻ്റെ പുറകെ നടക്കാം? ഇതോടെ ജിമ്മിക്ക് ടെൻഷൻ. എന്താ ഗേൾ ഫ്രണ്ടാ? ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഗേൾ ഫ്രണ്ടാ? അപ്പം എന്തിനാണ് ഞാൻ ചെയ്യുന്നത്? അത് നീ തന്നെയാണ് എനിക്കെന്നെ കണ്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. എന്താണ് പറയുന്നത്? അത് സെറ്റാലോന്ന് പറഞ്ഞു. ജിമ്മിനെ പിടിച്ച് കിസ് ഇവിടെ എന്ന് പറയുന്നത്. ജിമ്മിന് പറയുന്നത് നീ എൻ്റെതാ. അത് മാത്രമല്ല ആരവൻ പ്രൊപ്പോസ് ചെയ്താൽ ഇത് കേട്ടിട്ട് ഷോക്കായിരുന്നു. എന്താ അവൻ പ്രൊപ്പോസ് ചെയ്താൽ നീ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അക്സെപ്റ്റ് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്നെ ജിമ്മിൻ ഹീറോയിനെ പിടിച്ച് കിസ് ചെയ്യാൻ ഇവിടെ എന്ന് പറയുന്നു. അങ്ങനെ ജിമ്മിൻ ഹീറോയിനെ അടുത്ത് കുറച്ച് കെട്ടിപ്പിടിച്ചായിരുന്നു. വാതിൽ വെള്ളടിക്കായിരുന്നു. ഇവർക്ക് ഷോക്കായിരുന്നു. അയ്യോ മണി 10 മണിയായിരുന്നു. അങ്ങനെ വാതിൽ തുറന്ന് ഫ്രണ്ട് വന്നായിരുന്നു. ജിമ്മിൻ വേല ആളാകെ ആര് വേണം വരട്ടെന്ന് ഹീറോയിൻ ഫ്രണ്ട് ഫാത്തിമ തുടങ്ങി. എന്താടി പ്രശ്നോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. അവൾ ടെൻഷനിൽ വന്നായിരുന്നു. എന്താടി പറയുന്നത്? ജേഹബ് പുറകിലായിരുന്നു. ജേഹബിനാണ്ട് ജിമ്മിൻ ഷോക്കായി. ഹായ നിങ്ങളെന്താ ചെയ്യുക? ജിമ്മിൻ നീ എന്താടാ ഇവിടെ ചെയ്യുന്നത്? ഫാത്തിമ ഷോക്കായി. ഇവരെന്താടി ഇവിടെ ചെയ്യുക? നടന്ന കാര്യം ഹീറോയി പറഞ്ഞു. ഇത് കേട്ട് നിന്റെ പ്രശ്നം എന്താ? ജേഹബ് സാർ എന്താ എൻ്റെ പുറകിൽ വരുന്നു? ജേഹബ് എന്താ വരാം? ഹീറോയിൻ ഇപ്പോൾ ഫ്ലാഷ് ബാക്ക് നോക്കുക. ഹീറോയിന് മോമി പറയുന്നത് എടി 9 മണി ഷോപ്പ് പോയിട്ട് എടുത്തിട്ട് അത് എനിക്ക് പോയി എന്ന് പറയുന്നു. ജേഹബ് യഥാർത്ഥം നോക്കുക. ജേഹബ് നോക്കുമ്പോൾ ഫാത്തിമനെ കണ്ടു. ജേഹബ് ഭയങ്കര ഹാപ്പി. ജേഹബ് ഫാത്തിമയുടെ അടുത്ത് വരുമ്പോൾ ചെക്കൻ വന്ന് ഫാത്തിമയോട് സംസാരിക്കാൻ ട്രൈ ചെയ്തത് പോടാ എന്ന് പറഞ്ഞ് ഫാത്തിമ വന്ന് ജേഹബ് വന്ന് പറയുകയാണെങ്കിൽ എനിക്കിനി ഇഷ്ടപ്പെട്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും ഡേറ്റ് ചെയ്യാം. എനിക്ക് വേറെ ചെയ്യാൻ ഫാത്തിമ പ്രപ്പോസ് ചെയ്തു. ഫാത്തിമ പോയപ്പോൾ തുടങ്ങി എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട് പോടാ, എനിക്ക് രക്ഷയും കഴിയില്ല. ജേഹു സമാധാനമാക്കാൻ തുടങ്ങി. അതൊന്നും സെറ്റാവില്ല പോടാ എന്ന് പറഞ്ഞത് സെറ്റാവില്ല. ജേഹു കഞ്ചിട്ട് ഹീറോയുടെ വീട്ടിലേക്ക് വന്നായിരുന്നു. ഇതാണ് ഫ്ലാഷ് ബാക്ക്. ഹീറോ ഷാക്കായിരുന്നു. ഓ അങ്ങനെയാണോ? ശരി നിങ്ങൾക്ക് അപ്പോൾ അത് റൂമറാണോ? എന്ത് റൂമറാണോ? അപ്പോൾ ഇങ്ങനെയായിട്ട് രണ്ടുപേര് അപ്പോൾ വീക്കും ജങ്കൊക്കെ അപ്പോൾ അത് ഗേൾ ഫ്രണ്ട് അല്ലേ? അത് റൂമറാണെന്ന് പറഞ്ഞു. ഓ അപ്പോൾ അവർ രണ്ടുപേരും വിളിച്ചോ എന്ന് പറഞ്ഞായിരുന്നു. ശരി ഓക്കെ. ജിമ്മിൻ അവരും വിളിച്ചു. പിന്നെ ജേഹു കോൾ ചെയ്ത് വിളിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും വന്നു. ഹീറോയും രണ്ടുപേരും വിളിച്ചായിരുന്നു. അങ്ങനെ രണ്ടുപേരും വന്നായിരുന്നു. അപ്പോൾ വീണ്ടും നോക്കിയിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട് മുറയ്ക്കായിരുന്നു. കീർത്തി വീണ്ടും നോക്കി മുറക്കായിരുന്നു. അവനായിട്ടും പൂച്ച നോക്കിയിട്ട് ചങ്കൊക്കെ മുറിച്ചായിരുന്നു. എന്തിനാ മുറിക്കുന്നത്? രണ്ടുപേരും സംസാരിക്കുക. രണ്ടുപേരും ഇല്ലപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് സമാധാനമാക്കിയായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ വീട്ടിൽ ഫാത്തിമയുടെ വീട്ടിൽ ചെറിയൊരു വർത്തമാനം. ഫാത്തിമക്കും അങ്ങനെ ഫാത്തിമ ഒരു ലവ് ചെയ്യുന്നത് അറിഞ്ഞ് ഫാത്തിമക്ക് മാരേജ് അവിടെ നടക്കാൻ പോകുന്നതെന്ന് പ്ലാനായിരുന്നു. ഹീറോയ്ക്ക് അതേ ബന്ധമായിരുന്നു.
ജിമ്മിന് ജയഹോപ്പ് ഭയങ്കര സാഡായിരുന്നു. ഇപ്പം എന്താടാ ഞങ്ങൾ ചെയ്യുക, വേറെ ഇല്ലടാ എന്ന് അവർ രണ്ട് സാഡായിരുന്നു. ഹീറോയ്ക്ക് പറഞ്ഞ ഹീറോയിൻ്റെ അങ്കിളിൻ്റെ മോൻ, അങ്കിൾ പറഞ്ഞ ഉപ്പൻ്റെ ആൾ ഹീറോയിൻ്റെ ഉപ്പൻ്റെ ഫ്രണ്ടിൻ്റെ മോനിക്കാണ്. ഹീറോയിനും അതേ മാതിരിയാണ്. ഹീറോയിൻ്റെ ഫ്രണ്ടിന് ഇച്ചക്ക് ഹീറോയിൻ്റെ മാരേജ്, ഹീറോയിൻ്റെ ഇച്ചക്കും ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജാണ്. അങ്ങനെ രണ്ടുപേർക്കും മാരേജ് ചെയ്യാമെന്ന് ഇങ്ങനെ പ്ലാനായിരുന്നു. അതിനെ പറഞ്ഞ ഹീറോയിൻ്റെ ഫ്രണ്ടിക്ക് ഒരു ഇച്ചക്ക് ഗേൾ ഫ്രണ്ട്, ഹീറോയിനക്ക് ഇച്ചക്ക് ഒരു ഗേൾ ഫ്രണ്ട്. ഇച്ച പറഞ്ഞ ഹീറോയിൻ്റെ ഡാഡീൻ്റെ മോനാണ്. അതേമാതിരി ഹീറോയിൻ്റെ ഫ്രണ്ടിക്ക് പറഞ്ഞ ഇച്ചനാണ് സ്വന്തം മോൻ. ഹീറോയിൻ പറഞ്ഞു എന്താ ഇപ്പം ചെയ്യുക. ഹീറോയിൻ്റെ ഫ്രണ്ടിക്ക് പറഞ്ഞ് ഹീറോയിൻ്റെ ഫ്രണ്ട് ട്വിൻസാണ്, ചേട്ടനാണ്. ട്വിൻസ് പറഞ്ഞ് പിന്നെ ഹീറോയിൻ്റെ ഫാത്തിമക്ക് രണ്ട് ചേട്ടന്, അല്ല ഒരു ചേച്ചി ഒരു ചേട്ടനാണ്. പിന്നെ ഹീറോയിൻ പറയുന്നെങ്കിൽ ഇപ്പം എന്താ ചെയ്യാന്ന് അറിയില്ല എന്ന് സാഡായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും പ്ലാൻ ചെയ്ത് ഹീറോയിന് ജയഹോപ്പ് ഹീറോയിൻ മാരേജ് കഴിച്ചു. അപ്പം മാരേജ് മുടങ്ങി. രണ്ട് വീട്ടിൽ ഫാമിലി പ്രശ്നമാണ്. ഹീറോയിൻ ജയഹോപ്പ് അവിടെ നിന്ന് പോയായിരുന്നു. ഇപ്പോൾ കുറച്ച് ഡേയ്സ് കഴിഞ്ഞു രണ്ടുപേർക്കും ക്യൂട്ടായി ബേബീസ് ഉണ്ടായിരുന്നു. അങ്ങനെ പൂജക്കും മാരേജ് ആയിരുന്നു. എങ്ങനെ കറക്റ്റ് ചെയ്ത് പൂജക്കും മാരേജ്. കീർത്തിക്കും കുറേ പ്രശ്നം ഉണ്ടായിരുന്നു. കീർത്തിക്കും മാരേജായി ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറേ ഡേയ്സ് കഴിഞ്ഞ് അവർക്ക് ഹീറോയ്ക്കും എല്ലാവർക്കും ബേബീസ് ജനിച്ചായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയി പറയുകയാണെങ്കിൽ ബേബീസ് എല്ലാവരും നിൽക്കടാ ഇവിടെ, ഇല്ല മമ്മി ഇങ്ങനെ ഒന്നും പറ്റില്ല എന്ന് ഹീറോയി പറയുന്നു. ജയഹോവിൻ്റെ ബേബി പറയുന്നെങ്കിൽ ഡാൻസ് വെക്കുക, എല്ലാവർക്കും ബോയ് ബേബിയാണ്. ഹീറോയ്ക്ക് പറഞ്ഞ ബോയ് ബേബി ചെയ്തായിരുന്നു, എല്ലാവർക്കും ബോയ് ബേബി. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയി പറയുകയാണെങ്കിൽ നിൽക്കടാ ഇങ്ങനെ ഓടാൻ പാടില്ല എന്ന് പറയുന്നു. ഹീറോയുടെ ഫ്രണ്ട് പറയുന്നത് എന്താടേ ഇവിടെ ഒന്നുമില്ലടി എന്ന് പറഞ്ഞു. അവരുടെ ബേബീസ് നല്ലതായിട്ട് വളർന്നു വലുതായി. ഇപ്പോൾ എല്ലാവർക്കും 6 വയസ്സായി. ഇപ്പോൾ എല്ലാവർക്കും ഹീറോയ്ക്ക് പറഞ്ഞ് ബേബീസ് ധരിച്ചു. ആ ട്വിൻസ് ഒരു ബോയ് ബേബി ഗേൾ ബേബി. ഫാത്തിമക്ക് അതേമാതിരി ട്വിൻസാണ്. പിന്നെ എല്ലാവർക്കും ഓരോന്ന് ബേബീസ് ധരിച്ചായിരുന്നു. ഗേൾ ബേബിയാണ് ബാക്കി രണ്ടുപേർക്ക്. അങ്ങനെ ഫാമിലിയായിട്ട് ഹാപ്പി ഫാമിലി. ഹീറോയിൻ്റെ ഫാമിലി എല്ലാം അക്സെപ്റ്റ് ചെയ്തു. ഒരുപാട് കഷ്ടമായിരുന്നു. ഭയങ്കര ഹാപ്പി ഫാമിലിയാണ്.